നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഈ മരുന്ന് തരുന്നത്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലാണ്. അതെ സർ, ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഇത്ര പെട്ടെന്ന് ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എത്ര ദൈവത്തെ വിളിച്ചാലും ആ അമ്മ പറഞ്ഞത് സത്യമാവുന്ന് കരുതിയില്ല. ആ അമ്മയെ മുറുകെ പിടിച്ചോ. അവരൊരു സാധാരണ സ്ത്രീയല്ല, ദേവിയുടെ പ്രതീകം തന്നെയാ. അത് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരിക്കൽ ഒരമ്മയാ അയ്യപ്പ വിഗ്രഹം തന്നത്. അതേപോലത്തെ ഒരു അയ്യപ്പ വിഗ്രഹത്തെയാ ഇയാളിപ്പോ ആരാധിക്കുന്നത്. അത് 10-20 വർഷം മുമ്പ് നടന്ന കഥയാ. എനിക്ക് അപകടം ഉണ്ടായ ദിവസത്തെ കഥ, എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ദിവസത്തെ കഥ. ആ തൃക്കാർത്തിക ദിവസത്തെക്കുറിച്ച് കണ്ണം പലതവണ പറഞ്ഞതാ. ആ അമ്മയെ ഞാൻ വീണ്ടും കണ്ടു സർ. 20 വർഷം കഴിഞ്ഞിട്ടും ആ അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതേ പ്രായം, അതേ രൂപം. അതുകൊണ്ടാ പറഞ്ഞത് അവരൊരു സാധാരണ സ്ത്രീയല്ലെന്ന്. ഇയാൾ ഒരു അമ്മയെ കാണുന്നുണ്ട്, നിത്യനെ. അതും സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് ആ അമ്മ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. രണ്ടും ഒരമ്മയാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയിക്കണ്ട, ഇതേപ്പറ്റിയേ ഞാൻ കേട്ടപ്പോ തന്നെ പറഞ്ഞല്ലോ, രണ്ടും ഒരമ്മ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ആ അമ്മയ്ക്ക് രണ്ടാളെയും ഒരുമിച്ച് കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാനൊന്നും ശ്രമിക്കണ്ട. ആ അമ്മയൊരു അവധൂതയെ പോലെ നിങ്ങളുടെ പിന്നാലെയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ കാണുന്നത് പോലെ ആ അമ്മയെ കണ്ടോളൂ. ആ അമ്മ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിവർത്തിച്ചു തരും. അപ്പോഴേ മരുന്ന് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഭയഭക്തി പുരസ്സരം സകല ദൈവങ്ങളെയും വിളിച്ച്, പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയെ വിളിച്ച് ഇത് വാങ്ങിക്കോ. ആ, ഇത് ലേഖയ്ക്കുള്ളതാണ്. അത് ലേഖയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് ലേഖയോടും അനന്തുവിനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളൂ. ഞാനിത് അവർക്ക് കൊടുക്കാം. ശരി സർ. അതിരാവിലെ എഴുന്നേറ്റ് ദീപം തെളിച്ച് ഭഗവാനെ വിളിച്ച ശേഷം ഇത് ഓരോ സ്പൂൺ കഴിക്കണം. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും അതുപോലെ തന്നെ വയറ്റിലുമൊക്കെ നല്ലൊരു തണുപ്പ് ഇരച്ചിറങ്ങുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നിയില്ലെങ്കിൽ എന്നോട് പറയണം. സാറ് പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോഴേ ഒരു ശുഭയാത്ര നേരുകയാണ്. മഹാലക്ഷ്മിക്ക് വിശേഷമുണ്ടായാൽ അതാദ്യം ഭഗവാന്റെ അടുക്ക പറഞ്ഞിട്ട് എന്നെയും വിളിച്ചു പറയണം, കേട്ടോ? പിന്നെ ആ സിദ്ധയായ അമ്മ അങ്ങനൊരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊള്ളൂ. ശരി സർ. എന്നാ പോയിട്ട് വാ. വാ.